വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാവുന്നതാണ്. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാറുണ്ട്. വ്യൂസും സബും കൂട്ടാൻ വേണ്ടി സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്ന് കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു. കൂട്ടത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോകൾ, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ സംസാരിക്കാനുള്ളത്. അപ്പം യൂട്യൂബ് ചാനലിൽ സബും വ്യൂവും കൂട്ടാൻ വേണ്ടി സെറ്റിങ്സിൽ മാറ്റം വരുത്തണമെന്ന് ചോദിച്ചാൽ ചില സെറ്റിങ്സ് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ കാറ്റഗറി നമ്മൾ പോയിട്ട് നിർബന്ധമായും കാറ്റഗറിയിൽ നമ്മളെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ കാറ്റഗറിയിൽ എൻ്റർടൈൻമെൻറ്റിനാണ് കൊടുത്തത്. പൊതുവേ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെ ക്യാമറ ഏതാണ്? നമ്മൾ വലിയ പൈസയും കൊടുത്ത് എക്സ്പെൻസീവ് ക്യാമറയും മറ്റും മറിച്ചതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വീഡിയോന് വ്യൂസൊക്കെ കുറയുമ്പോൾ നമുക്ക് സങ്കടമാവും. അല്ലോ നമ്മൾ ഇത്രയും ചെയ്തിട്ടും വ്യൂസൊക്കെ കുറഞ്ഞില്ലേ. ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ ബെഡ്റൂമിൽ ജനലിൻ്റെ ഏരിയത്തിൽ മോർണിംഗ് ആണ് അധികവും ഞാൻ വീഡിയോ എടുക്കൽ. എൻ്റെ ഫോൺ iPhone 13 ആണ്. ആ വെച്ചിട്ടാണ് ഞാൻ. വേറൊന്നാണ് നമ്മളെ ക്യാമറ നോക്കി സംസാരിക്കുക. ഒരിക്കലും നമ്മളെ മുഖം നോക്കി സംസാരിക്കാതെ ക്യാമറ നോക്കിയിട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്താണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് അതിൽ നോക്കി സംസാരിക്കുക. ഇതൊക്കെ നമ്മളെ വ്യൂസിനെയും സബിനെയൊക്കെ കുറയ്ക്കാൻ മെയിൻ ഘടകമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മുഖം നോക്കി സംസാരിക്കുന്ന പോലെ നമുക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മളെ മനസ്സിലും നമ്മൾ ഉറച്ച് തീരുമാനിക്കണം. നമ്മൾ സക്സസ് ആവും, നമ്മൾ മില്യൺ ആവും, എന്താ പറയുക, നമുക്കും വ്യൂസ് കൂടും എന്നുള്ള ഉറച്ച വിചാരം നമ്മുടെ മനസ്സിൽ വേണം. പിന്നെ നല്ല കോൺഫിഡൻ്റാണ് മെയിൻ. ഞാനതാ പറയുന്നത് ആദ്യം തന്നെ. നല്ല കോൺഫിഡൻറ്റോടെ സംസാരിക്കുക. ചിരിച്ച് നല്ല കോൺഫിഡൻറ്റോടെ സംസാരിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ യൂട്യൂബിൽ ഒരു 1 മില്യൺ സബ്സ്ക്രൈബൊക്കെ ആയ വിചാരത്തിൽ സംസാരിക്കും നമ്മൾ. അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക്കായി ഒരു എനർജിയൊക്കെ വരും. അങ്ങനെ സംസാരിച്ചാൽ തന്നെ നമുക്ക് വ്യൂസും. നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ തിരിയും. പിന്നെ ഫസ്റ്റത്തെ ഞാൻ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നതും ഈ ഒരു സംസാരമായിട്ട് എത്ര ബെറ്റർ ഉണ്ട് നിങ്ങൾക്ക് തന്നെ തിരിയും. പിന്നെന്താ, നല്ല കോൺഫിഡൻറ്റോടെ സംസാരിക്കുക. നല്ല കോൺഫിഡൻറ്റോടെ നല്ല പോസിറ്റീവ് എനർജിയോടെ സംസാരിക്കുക. നല്ല ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കാം. പിന്നെ നമുക്ക് യൂട്യൂബ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് തരും. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യുന്ന രീതി പോലെ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണോ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ. പിന്നെ വേറൊന്ന്, നമ്മുടെ തംബ്നെയിലും ടോപ്പിക്കും പ്രസൻറ്റേഷനാണ്. ഇതാണ് മെയിൻ. ഈ മൂന്നും മെയിനാണ്. അപ്പം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരത് പോയി കാണാം. അപ്പോൾ തംബ്നെയിൽ അടിപൊളിയായ നമുക്ക് മെയിൻ ഘടകം അതാണ്. തംബ്നെയിൽ അടിപൊളിയായ നമ്മുടെ വ്യൂസും സബും കൂടും. പിന്നെ നമ്മളെ ടൈറ്റിലും നമ്മൾ കറക്റ്റ് കൊടുക്കുക. പിന്നെ നമ്മളെ #ടാഗ് കൊടുക്കുക, ടാഗ് കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കൊടുക്കുക. 2-3 പാരഗ്രാഫ് പോലെയായിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ വ്യൂസും സബും കൂടിക്കിട്ടും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ടിപ്സാണ്, നമ്മളെ മൈൻഡ് ഡൗൺ ആവാണ്ട് നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് മൈൻഡ് ഡൗൺ ആവാണ്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. നല്ല കോൺഫിഡൻറ്റോടെ വീഡിയോ എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ പ്രസൻറ്റേഷൻ വേണം, തംബ്നെയിൽ വേണം, ടോപ്പിക് വേണം, #ടാഗ് കൊടുക്കണം, കാറ്റഗറി കൊടുക്കണം, ടാഗ് കൊടുക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങൾ തന്നെ നമ്മൾ കറക്റ്റായി ചെയ്താൽ നമുക്ക് തീർച്ചയായും വ്യൂസും സബും ഉറപ്പായിട്ടും കിട്ടും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. എനിക്ക് 393,000 ഇതിലാണ്, ഒരു സംതിങ് ആ ഒരു ഇതിലാണ് എൻ്റെ സബ്സ്ക്രൈബ് ഉള്ളത്. ഞാനിപ്പം തുടങ്ങിയിട്ട് ഒരു 4 മാസത്തോളമായി. കുഴപ്പമില്ല. ഞാനെല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ കുക്കിംഗ് വീഡിയോ, ട്രാവലിംഗ് വീഡിയോ എല്ലാം മിക്സ്ഡ് ആണ് ചെയ്യുന്നത്. നേരത്തെ ചോദിച്ച പോലെ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ സബും വ്യൂവും കൂടുമെന്ന് ചോദിച്ചിരുന്നു. അതിന് ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കിട്ടിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് വേണ്ടിയ വ്യൂവും സബും കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പം ഇതുപോലത്തെ കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അതും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിലും ഞാൻ ഇങ്ങനത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പം തുടർന്നുള്ള വീഡിയോകളെല്ലാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നവരാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.